ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് രാവിലെ തന്നെ അമ്പലത്തേക്ക് വന്നിക്കാണ്. അപ്പൊ നമ്മളെ വിശേഷത്തില് ആ അമ്പലത്തിലിട്ട് ആരും കാണിച്ചിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഒന്ന് നോമ്പ് പുണ്യമാസം, പിന്നെ കൊടുങ്ങല്ലൂർ നോമ്പ് ഒക്കെ ഒരുമിച്ചായില്ലപ്പം. അപ്പൊ എല്ലാരും നല്ല ഹാപ്പിയിലാവും. അപ്പോൾ നമ്മൾ അടുത്തുള്ള കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ. അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ മുന്നേ ആ അമ്പലത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളിതിലെങ്ങോട്ട് പോകും. പിന്നെ ദേശത്തിലെ അമ്പലത്തേക്കാണ് പോകേണ്ടത്. ഇത് പിന്നെ പണ്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയത്. കുറേ മുമ്പുള്ള ഭയങ്കര ഐതിഹ്യം അമ്പലമാണ്. അപ്പൊ എല്ലാവർക്കും നോമ്പാണ്, നല്ല വ്രതശുദ്ധിനൊക്കെ ഞങ്ങൾ ഇറങ്ങാൻ കരുതി. അപ്പൊ കണ്ണവിടെ കിടന്ന് നീച്ചിട്ടുണ്ട് കണ്ണന്. അപ്പൊ പോലല്ല. ഇപ്പൊ എന്നാ പോയി നോക്കാം അല്ലെ, നമ്മളവിടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നിറച്ച് മയിലുള്ള സ്ഥലമായിട്ടത്. മയിലും പന്നി ഇനി സീസണിൽ ഇവിടെ നോക്കണം. ശരി, റബ്ബർ വെട്ടാന് കിട്ടണ്ടേ, അന്വേഷിക്കാനായി തുടങ്ങിയില്ലേ? എത്ര മാസമായി ഇപ്പൊ ഇങ്ങനെ പണിയില്ലാതിരിക്കണേ? 6 മാസം. കിടക്കുണ്ടാവും. ഈ അമ്പലത്തേക്ക് ഞങ്ങൾ ആദ്യമേ പോയിക്കൊണ്ടിരുന്നാട്ടോ. സിന്ധു സന്ധ്യക്കുട്ടി അമ്മളന്ന് എൻ്റെ ഏതാനും ദിവസം അമ്പലത്തേക്ക് വരും. പിന്നെ കല്യാണത്തിന് തലേദിവസം കമ്പട അമ്പലത്തിൽ വന്ന് വയസ്സൊക്കെ കഴിച്ച് അമ്മ എപ്പോഴും പൈങ്കുളങ്ങരയ്ക്ക് പോരും. അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് കുട്ടികളെ പേർക്ക് വഴിപാട് കഴിച്ച് പോരും. അങ്ങനെ പോണ അമ്പലം. പിന്നെ ഞങ്ങൾ കുറേ ആയിട്ട് ഇങ്ങനെ വരലും. പിന്നെ അപ്പൂസ് കുട്ടിയിൽ നിന്ന് കുറേ വന്നു. പിന്നെ ഇപ്പം അങ്ങനെ രാത്രം കൊണ്ട് വരലുണ്ട്. ഏതാനും വരും, എല്ലാവരും വരലും കേട്ട. രാത്രം കൊണ്ട് വർത്തിക്ക് കൊല്ലത്തിൽ ഒരിക്കൽ പോകും. താല്പര്യമുള്ള അല്ലാത്ത അന്നൊക്കെ ഈ അമ്പലത്തേക്കാണ് വരുന്നത്. ശിവന്റെ അമ്പലമാണ്. അങ്ങനെ വന്ന് ഇങ്ങനെ ഇപ്പൊ കുറേ ആയി വന്നിട്ട്. കഴിഞ്ഞ ശിവരാത്രിക്ക് വന്നാ ഇപ്പൊ പ്രാവശ്യത്തിന് വരാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്ന് ഏതായാലും ഒന്ന് പോയിട്ട് വരാത്തി. നമ്മൾ പണ്ടേ പോയി അമ്പലമല്ലേ നമുക്ക് ശിവന്റെ അമ്പലം. അപ്പൊ ഇന്ന് അങ്ങനെ പോവാൻ തീരുമാനിച്ചു. അമ്പലം എത്തിട്ടോ. നല്ല അടിപൊളിയാക്കിണ്ട് ഇവിടെയൊക്കെ. ഇനി ഇവിടെയൊക്കെ ആദ്യം തന്നെ എങ്ങനെ ഉണ്ടല്ലോ സ്ഥലങ്ങൾ സെറ്റാക്കിണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് പോയാറല്ലേ. പൈങ്കുളങ്ങരല്ലേ ശിവക്ഷേത്രം. ഒരുപാട് മാറ്റങ്ങളായില്ലേ. നമ്മളെ കുറേ ആൾക്കാർ ചോദിച്ചു, കുറേ കാലമായിട്ട് വന്നിട്ടേ പോര് എന്തൊക്കെയാ പറയണില്ല, ചീത്ത പറയണ പോലെ പറയാ. നമ്മളതിൽ അങ്ങോട്ട് പോയി. പിന്നെ ചെറുപ്പം തൊട്ടേ ഇവിടേക്ക് തന്നെ വരില്ല. പിന്നെ ഇവിടെ നിർത്തി. ഈ താഴത്തേക്ക് ഇറങ്ങി അപ്പൂസിന് സുഖമല്ല. താഴത്തേക്ക് ഇറങ്ങിയാക്കല്ലേ നമ്മൾ അവിടേക്ക് ഇതിൽ പോരാൻ കഴിയുന്നത്. കുറച്ച് ഇടവഴിയല്ലേ, ചെറിയ വഴികൾ. കുളത്തിൽ പോവാണ്. കുളത്തേക്ക് കാറ് റോട്ടിലല്ല, കാറിൽ പോയിരുന്നാ മതി. പോയോക്കെ കേട്ടോ. ഇവിടെ അടുത്ത് നമ്മളെ ഫ്രണ്ടിന്റെ വീടും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം വരാം. രസമുള്ള സ്ഥലമൊക്കെ പൊളിച്ച് റെഡി ആക്കിണ്ടല്ലേ ഇവിടെ. ഫുൾ വൃത്തിയാക്കിണ്ട്. സുഖല്ല പൂസ് എവിടെ എവിടെ 1 2 3
ആ ഉള്ളല്ലേ പോയി വെക്കാം. കുളിക്കാറുണ്ട് നമുക്ക് അവിടെ അല്ലേ രാവിലെ ആയാലേ രാവിലെ അടുത്തുള്ളവരൊക്കെ ഇവിടുന്ന് കുളിക്കണ തോന്നണേ. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കാണിക്കാൻ നല്ല രസമുള്ള സ്ഥലമാട്ടോ അവിടെ പാടത്ത് കൂടെ അമ്മമാരും കുളിക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കാണിക്കാം. നമുക്ക് പറ്റൂല പോവാന്. നല്ല രസമുള്ള സ്ഥലമുണ്ട്. നല്ല രസമുള്ള ആല് പല പല മരങ്ങള് പാടത്ത് പിന്നെ അപ്പുറത്തെ പാടത്ത് വേറൊരു കുളമുണ്ട് പുല്ല് വെട്ടണവരുണ്ട് ഒക്കെ ഉണ്ട്. മയിലുകൾ കൂട്ടത്തോടെ ഉണ്ട് കേട്ടോ അവിടെ. മഞ്ഞപ്പൂവ് നമുക്ക് ഞാൻ അടുത്ത പ്രാവശ്യം ശരിക്കും കാണിക്കാം. കുളം കാണാൻ വേണം പറ്റിയില്ല. പക്ഷെ ഞങ്ങള് ബെയിലിടാനൊക്കെ അച്ഛന്റെ പരിപാടിക്ക് ഒന്നില്ല ഒരു ചീത്തറയിൽ തുടങ്ങി. കാരണം ഇവിടെ നല്ല പരിചയമാണ് നമുക്ക്. ഇവിടെ നല്ല പരിചയമാണ് നല്ല ചെറുപ്പം തൊട്ടേ. പിന്നെ നമ്മളെ ദേശത്തുള്ള അങ്ങോട്ട് പോലെ തുടങ്ങി നമ്മള്. അമ്മ പറയും എത്രയും ഞാൻ ചെറുപ്പത്തിൽ വന്ന് ഇവിടെ കാട് പിടിച്ചപ്പോ നന്നായി, എനിക്ക് എന്തായാലും വേണ്ടിയില്ല സമാധാനം. നല്ല അടിപൊളി ആദ്യം വന്നേ ഇവിടെ കാട് പിടിച്ചപ്പോ നല്ല വൃത്തിയായി, എനിക്ക് എന്തായാലും വേണ്ടിയില്ല. അമ്മ പറഞ്ഞാലിങ്ങനെ പറഞ്ഞോടക്കല്ലേ. അമ്പലത്തിൽ വന്ന അമ്മയ്ക്ക് കൊറേ കിട്ടും വർത്താനം പറയാം. ഇവിടെ തന്നെ ഒരു പാറേന്റെ മുകളിൽ അമ്പലം കേട്ടോ. വാണിയമ്പലം പാറയില്ല, അല്ലെങ്കിൽ തന്നെ വാളോർഞ്ഞില് ഒരു പാറ. പക്ഷെ അവിടെ ഭയങ്കര രസമാണ്. കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ട്. അമ്മേനൊന്നും കയറ്റാൻ ഇവിടെ വന്നാലും പോകാൻ തോന്നില്ല. പ്രത്യേകത അമ്മേനെ ആ പാറേന്റെ മുകളിൽ കയറ്റാൻ കഴിയില്ല കേട്ടോ. അമ്മയ്ക്ക് കയറാൻ കഴിയില്ല. അമ്മക്ക് തന്നെ കുറെ ബുദ്ധിമുട്ട്. കുന്നിന്റെ മുകളിൽ അവിടേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് പോവാം. ഞാൻ അടുത്ത പ്രാവശ്യം പോവാം. ഞങ്ങൾ പോട്ടെ, നമുക്ക് വീട്ടിൽ പോകണം. അപ്പൊ നമ്മളെ 2 ദിവസം മുന്നേ എടുത്തേച്ച വിശേഷം കേട്ടോ. അപ്പൊ അന്ന് നോമ്പിനെടുത്താലേ അപ്പൊ നമുക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ വിരുന്നേരൊക്കെ വന്നപ്പോ അതിട്ടു, വിരുന്നേരം പോയപ്പോ അതിട്ടു. അപ്പൊ അമ്പലത്തിൽ പോയ വിശേഷമൊക്കെ ചെയ്തു അന്ന് രാവിലെ തന്നെ. അപ്പൊ നമുക്കൊന്ന് നമ്മളെ ഫ്രണ്ട് റഫീഖ് സമ്മാനം നമുക്ക് പൊളിക്കാൻ ഇന്ന് കൊണ്ടുവന്നാണ് അല്ലേ? ഇന്ന് കൊണ്ടുവന്നാണ്. അപ്പൊ നമ്മളെ സമ്മാനം കാണിച്ച സമ്മാനം അച്ഛന്റെ ഫ്രണ്ട് എന്ന സമ്മാനം അപ്പൂസ് പൊളിക്കും. റഫീഖിനെ എല്ലാവർക്കും അറിയണാണ് അല്ലേ? മജു തന്നിട്ടുണ്ട് വേറെ. അത്രയും ആദ്യം തന്നെ തന്നു. അത്രയും ആദ്യം തന്നെ ഫാൻ ഒരു ഫാൻ ആദ്യം തന്നെ കിട്ടി. നമ്മളെ ഫ്രണ്ടുകളെ എല്ലാരും തന്നിട്ടുണ്ട്. എല്ലാരും തന്നിട്ടുണ്ട്. നമ്മളെല്ലാരും തന്നു. നമുക്ക് വേണ്ട എല്ലാരും, ഒരാളും തരാത്ത എല്ലാവരും സമ്മാനം തന്നു. പൈസയും സമ്മാനമൊക്കെ തന്നിട്ടുണ്ട്. തൊഴിലുറപ്പുകാരങ്ങനെ തൊഴിലുറപ്പുകാര് ഞങ്ങളൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ഇതിൽ കാണിക്കാം. അപ്പൊ ഫാനാണ് കേട്ടോ. നമ്മളെ റൂമിലൊരു ഫാന് എന്താ ഇല്ലാത്ത നോക്കിയിട്ട് നമുക്ക് തന്നതാണ്. ഇപ്പൊ ഇങ്ങനത്തെ മോഡലാണ് ഫാന് റിമോട്ട് ഉള്ളത്. നമുക്ക് മറ്റേ 2 റൂമിൽ നമുക്ക് മറ്റേതാണ്. നമുക്കൊന്നും അറിയില്ല സംഭവം. ഇതിനെ പറ്റി കുറിച്ച് അറിയില്ല. പക്ഷെ ഇതിന് കറണ്ട് ബില്ല് കമ്മിയാണ്. 29 വാട്ട്സ്. മറ്റേന് നല്ല ഒരു 70 ഫാനുണ്ട്. ഇത് ഇതേമാതിരി ഇങ്ങനത്തെ ഫാൻ കേട്ടോ. എന്റെ വാള് കാട്ടി കൊടുക്കാം പൂസേ. രസമുണ്ട് കാണാന്. ഇത് കണ്ടോ അതിന്റെ ചിറക് ഉണ്ടാ. ഇതിന്റെ വൈറ്റ് ആണ്. ചളിയെ പെട്ടെന്ന് അറിയാം. നമ്മളെ റൂമിക്ക് ഫിറ്റ് ചെയ്യാനാണ്. ഇനി മറ്റേ 2 റൂമത്തോടെ മാറ്റണം അമ്മ. കാരണം അത് അതിന് കറണ്ട് ബില്ല് അപ്പൊ ഇത് വെക്കാം. അതിരമ്മ വരുന്നുണ്ട്. കുറച്ചായിട്ട് വരാറുണ്ട് അല്ലേ? കറങ്ങുമ്പോ നല്ല രസം ഉണ്ടാവട്ടെ. മിന്നി കളിക്കും. പിന്നെ ഈ മറ്റേ LED ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട് ഇതേപോലെ. പക്ഷെ വേണ്ട, നമ്മള് ലൈറ്റിന്റെ ആവശ്യമില്ലല്ലോ. എന്നാ വേറ്റിട്ടുള്ള അപ്പൂസ് ഫിറ്റ് ചെയ്യുന്നാലും നമുക്കിത് ഫിറ്റ് ചെയ്യാൻ അറിയില്ല. കാരണം നമ്മള് മറ്റേ കണക്ഷനാണ് കൊടുത്തത്. അപ്പൊ അതിന് കണക്ഷൻ ഒഴിവാക്കിയിട്ട് വേണം. അതിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ വർക്കുകളൊക്കെ ചെയ്ത് തരുന്നത്. റിമോട്ടല്ലേ അപ്പൂസ് നോട്ടെ ആ കളറിനെ. ഞങ്ങളൊന്ന് ഇതാണ് വഴുതനേന്റെ കുരു കേട്ടോ. നമ്മൾ കൈ വവിണ്ടാക്കും. വഴുതന ഇത്
ഇത് പാണിയമ്പലത്തുനിന്ന് ചേച്ചി വഴുതന കൊണ്ടുവന്നപ്പോ നമ്മളാ കോഴികൾ ഫുള്ള് തിന്നു ഒക്കെ തിന്നു. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് വെക്കാം, എന്നിട്ട് മറിച്ചൊക്കെ വെക്കാം, എന്നിട്ട് തൈ ഭാവിയിട്ട് തൈ ഇങ്ങനെ തിരിച്ചു വെക്കാം. ഞങ്ങളത് ഫിറ്റ് ചെയ്യണ്ട, ഫിറ്റ് ചെയ്യാൻ ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല, അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടല്ലേ. മുകളിലെ കപ്പ് മാത്രം മതിയോ അതിന്റെ കപ്പ്? അടിപൊളി ഫാനൊക്കെ കണ്ടല്ലേ, ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിന്റെ സാധയുണ്ട്, ഇതിന്റെ ഇത് നല്ല രസമാണ്. ഇങ്ങനെ കണ്ണിക്കാക്കിയത് അപ്പൊ വരുന്നുണ്ടാവും. നമുക്ക് സാധനങ്ങൾ കൊടുന്ന് സെറ്റാക്കുക. കുറെ സാധനങ്ങൾ കുളിക്കിന്റെ കൊതുക്കാണ്ടല്ലേ, അതൊക്കെ ഒതുക്കി വെക്കാണ്ട് ഒക്കെ ഇന്നലെ ചിന്തിച്ചു എന്നൊക്കെ സെറ്റാക്കി ഇനി അതിന്റെ മോളിക്ക് എടുത്തച്ചാ മതി. എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അതിന്റെ റേക്കിന്റെ മുകളിൽ വെക്കണം. പിന്നെ ഇത് ഫോട്ടോകളൊക്കെ വെക്കാണ്ട് അതൊക്കെ ഇപ്പൊ ചുമരുമ വെക്കണമെങ്കിൽ കൊറേ ഫോട്ടോ ഫിറ്റ് ചെയ്യണ്ട ചേച്ചി. നമുക്ക് കൊറേ ചുമരുമല കൊറേ ഫോട്ടോസ് ഫിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇതൊക്കെ നമ്മളെന്താ ഫുൾ സെറ്റ് ആക്കിയിട്ട് ഇവിടെ കൂടെ. പിന്നെ ക്ലോക്ക് ഉണ്ട് നമുക്ക്, അത് അനിയനെ കൊണ്ട് അത് ശരിയാക്കണം. നമുക്ക് പണികളൊക്കെ ഉണ്ട്. ചുമരും വെക്കാൻ കൊറേ ഫോട്ടോസ് ഉണ്ടാക്കുന്നു. ഫ്രീ ആയിട്ട് ചെയ്തിട്ടാണ് നമ്മൾ. അതന്നെ, അത് ഒരാള് കൂടെ വേണം, നമ്മളൊറ്റയ്ക്ക് നടക്കൂല. ഫോട്ടോ പിന്നെ ഇവിടെ എടുത്തതാണ് കണ്ണനെയൊക്കെ എടുത്തിട്ട് അതൊന്നും ഒരു ഭാഗത്ത് വെക്കണം. ഒക്കെ സെറ്റ് ആക്കിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു വീഡിയോ. ഊഞ്ഞാലാടുന്നതും ക്ലോക്കും ഒക്കെ പാടെ വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടാൻ പറ്റും. കാണിക്കലൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പൊ എന്നാല് എല്ലാവർക്കും നോമ്പാണ് അല്ലെ, ആർക്കും നമ്മളെ ഇതൊന്നും കാണാൻ പറ്റൂല. സമയത്ത് എന്താ വെച്ചാല് നോമ്പായ ആരും കാണുമല്ലോ. എന്നാലും എല്ലാവർക്കും വേണ്ടിട്ട് എല്ലാരും അത്. അപ്പൊ എന്നാല് ഇന്നത്തെ വിശേഷം ഇത്രയല്ലേ. നാളെ വേറെ വിശേഷമായിട്ട് വരാം. ബൈ.